നമ്മളെ ചില സമയങ്ങളിൽ കരുതും നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെയോ നമ്മളെ വന്ന് നമ്മുടെ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരൊക്കെയോ പേടിച്ച് തടസ്സം നിന്ന് പിന്നോട്ട് മാറിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒക്കെ നമ്മളുടെ മനസ്സിൽ ആരെങ്കിലും എന്നെ വന്നൊന്ന് വിളിച്ച് ഞാൻ ഈ കരുതിയ കാര്യങ്ങൾ ചെയ്യാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും, ഒന്ന് മുന്നോട്ട് തള്ളിക്കൊണ്ട് ഒന്ന് ചെയ്യടാ എന്ന് പറയുന്ന രീതിയിൽ നമ്മളെ പിന്താങ്ങാൻ ഒരാളുണ്ടാവും. അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് നമ്മളെ ഇങ്ങനെ മുന്നോട്ട് പോസിറ്റീവാക്കി കൊണ്ടുപോകാൻ ഒരാൾ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കും. പക്ഷെ ശരിക്കും അങ്ങനെ ഒരാൾ വരുമോ? വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എൻ്റെ അനുഭവങ്ങളും അതാണ്. നമ്മളെന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ തുടരുക എന്നല്ലാതെ ഒരിക്കലും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാൾ വന്നോളണം എന്നില്ല. ഇനി വരുന്നവരുണ്ടാവാം, ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഹെൽപ്പായിട്ട് കിട്ടിയ കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ശരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ, നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ തന്നെയല്ലേ. നമ്മുടെ ജീവിതമല്ലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അത് ആരെയും പേടിക്കാതെ നമ്മുടെ ഇഷ്ടത്തിന്, അതായത് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതിന് ഒരാളെയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ വരും, അല്ലെങ്കിൽ അവരെന്നെ വന്ന് ഇങ്ങനെ മുന്നോട്ട് തള്ളും, അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ, എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ, ഇൻസ്പയർ ചെയ്യാൻ മറ്റൊരാൾ വരും എന്നിങ്ങനെ കരുതി നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല എന്നാണ്. കാരണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും പോസിറ്റീവാക്കാനും മുന്നോട്ട് തള്ളാനും ഒക്കെ ഏറ്റവും അനുയോജ്യമായ ആൾ സെൽഫ് ആണ്. സെൽഫ് മോട്ടിവേഷൻ്റെ അപ്പുറം ഒന്നും ഉണ്ടാവില്ല. ആ ഒരു മോട്ടിവേഷനേ ഉള്ളൂ സ്ഥിരമായിട്ട് നിൽക്കുന്നത്. മറ്റൊരാളുടെ സംസാരത്തിലൂടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞ കാലേ ആ ഒരു അവസ്ഥ നിലനിൽക്കുള്ളൂ. നമ്മളായിട്ട് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അത് കൂടുതൽ കാലം ഈട് നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതായത് നമുക്ക് സെൽഫ് മോട്ടിവേഷനാണ് നമ്മുടെ ലൈഫിലുടനീളം നമ്മളെ പോസിറ്റീവാക്കി നിർത്തുന്നത്. അപ്പോൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെയ്യാനുള്ളൊരു ധൈര്യം സംഭരിക്കുക. അതുപോലെ മറ്റുള്ളവരെന്ത് പറയും എന്ന് വിചാരിച്ച് നമ്മളുടെ കാര്യങ്ങൾ നീട്ടിവെക്കാതിരിക്കുക, മാറ്റി വയ്ക്കാതിരിക്കുക. നല്ലതെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അത് എന്ത് തന്നെ ആയാലും അത് നമ്മൾ ധൈര്യപൂർവ്വം ചെയ്യുക. അങ്ങനെ നമ്മളായിരിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പാവ ആവാതിരിക്കുക. അതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ഗുഡ് ബൈ.